ഹലോ, അഭിനവാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രവൃത്തിയും ഊർജ്ജം എന്നുള്ള 9ാം ക്ലാസ്സിലെ പുതിയ ടെസ്റ്റിലുള്ള ചാപ്റ്ററിലെ പ്രവൃത്തിൻ്റെ ഒരു പകുതിയോളം ഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്കിയാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഫിസിക്സിലേക്ക് വരുമ്പോൾ പ്രവൃത്തിയായിട്ട് പരിഗണിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞു. പ്രവൃത്തി, വർക്ക് എന്ന് ഇംഗ്ലീഷ് പറയും, പ്രവൃത്തി ചെയ്തതായിട്ട് പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ ബലം പ്രയോഗിക്കാൻ വേണം, ഒരു വസ്തുവിലേക്ക് ബലം പ്രയോഗിക്കപ്പെടുകയും വേണം, അതുപോലെ ആ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടാവുകയും വേണം. നമ്മൾ എന്നിട്ട് പ്രവൃത്തിക്കുള്ള ഒരു സമവാക്യമൊക്കെ ഉണ്ടാക്കിയെടുത്തു. W=Fs. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമവാക്യമാണ്, നോക്കി വെച്ചേക്കാം. പിന്നെ 1 ജൂൾ, ഇതിൻ്റെ യൂണിറ്റ്, പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂളാന്ന് പറഞ്ഞു. ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നൊരു യൂണിറ്റും ഉണ്ട്, ജൂളാണ് SI യൂണിറ്റായിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂളാണ്. ഒരു വസ്തുവിലേക്ക് 1 ന്യൂട്ടൺ ബലം കൊടുത്ത്, അപ്പോൾ വസ്തുവിന് 1 മീറ്റർ സ്ഥാനാന്തരം ഉണ്ടായി എങ്കിൽ നമ്മൾ പറയും ഇവിടെ ചെയ്ത പ്രവൃത്തിയുടെ അളവ് 1 ജൂൾ ആയിരിക്കും, 1 ജൂൾ ആയിരിക്കുമെന്ന്. 1 ജൂളിൻ്റെ ഡെഫിനിഷനാണ് അത്. ഇനി അതിൻ്റെ ബാക്കിയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഒരു വലിയ കണ്ടെയ്നറൊക്കെ ഉണ്ട്. ഈ കണ്ടെയ്നർ ആദ്യം ഈ നിലത്ത് ഇവിടെയാണ് ഉണ്ടായിരുന്നത്, തറയിലാണ് ഉണ്ടായിരുന്നത്. ഈ വലിയ ക്രെയിൻ ഉപയോഗിച്ചിട്ട് ഒരു H ഹൈറ്റിലേക്ക്, കണ്ടോ ഇവിടെ H ഹൈറ്റിലേക്ക് ഈ കണ്ടെയ്നറിനെ ഉയർത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉയർത്തുമ്പോൾ നമുക്ക് കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചതാണ്, എല്ലാ വസ്തുക്കളെയും ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട്. അതുപോലെ ഈ കണ്ടെയ്നറിനെയും ഭൂമി ഇങ്ങനെ താഴോട്ടേക്ക് ആകർഷിക്കും. ഈ കണ്ടെയ്നറിൻ്റെ മേലേക്ക് ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തെ നമ്മൾ ഭാരം എന്നാണ് വിളിച്ചത്, ഭാരം. ശരി, എന്തായാലും നിലത്ത് ഈ തറയിൽ ഉണ്ടായിരുന്ന ഈ കണ്ടെയ്നറിനെ ഒരു H ഹൈറ്റിലേക്ക്, H ഉയരത്തിലേക്ക് ഉയർത്താൻ വേണ്ടി ഈ ക്രെയിൻ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഈ ക്രെയിൻ ചെയ്ത പ്രവൃത്തി എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാം. എന്തായാലും ഈ ക്രെയിൻ ചെയ്ത പ്രവൃത്തി ഗുരുത്വാകർഷണ ബലത്തിനെതിരായിരിക്കും അല്ലേ. ഗുരുത്വാകർഷണ ബലം എപ്പോഴും താഴോട്ടായിരിക്കും, കൃത്യമായിട്ട് പറഞ്ഞാൽ ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക്. പക്ഷെ ഈ ക്രെയിൻ ഇവിടെ ചെയ്ത പ്രവൃത്തി താഴേന്ന് മേലേക്കൊരു ബലം കൊടുക്കുക ചെയ്തത്. റെഡി? അങ്ങനെയാണെങ്കിൽ ക്രെയിന് ഗുരുത്വാകർഷണ ബലത്തിനെതിരായാണ് പ്രവൃത്തി ഇവിടെ ചെയ്തിരിക്കുന്നത് എന്ന് പറയാം. ഒരു വസ്തുവിനെ ഉയർത്താൻ വേണ്ടി ക്രെയിന് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ നിലത്തിരിക്കുന്ന അല്ലെങ്കിൽ തറയിലിരിക്കുന്ന ഒരു വസ്തുവിനെ എടുത്ത് ഉയർത്തണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്തായാലും ഗുരുത്വാകർഷണ ബലത്തിന് എതിരായിട്ടായിരിക്കും. ഫുൾ ടൈം ഗുരുത്വാകർഷണ ബലം താഴോട്ടാണ്, കൃത്യമായിട്ട് പറയുമ്പോൾ ഭൂകേന്ദ്രത്തിലേക്ക്. എന്തായാലും ഉയർത്തുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലത്തിന് എതിരായിട്ടാണ് നമ്മൾ പ്രവൃത്തി ചെയ്യേണ്ടത്. ഇനി അങ്ങനെ ചെയ്യുമ്പോൾ, ഗുരുത്വാകർഷണ ബലത്തിനെതിരായിട്ട് പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ എത്രത്തോളം പ്രവൃത്തിയാണ് ചെയ്തത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാം. അതായത് W വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാം. പ്രവൃത്തി കണ്ടുപിടിക്കാനുള്ള സമവാക്യം നമുക്കറിയാം, W=Fs അല്ലേ. W=Fs ആണ് പ്രവൃത്തി കണ്ടുപിടിക്കാനുള്ള സമവാക്യം. പക്ഷേ ഇവിടെ ബലത്തിനെ പറ്റിയുള്ളൊരു കാര്യമൊന്നും പറയുന്നില്ല. ആകെ നമുക്ക് അറിയാവുന്നൊരു കാര്യം, ഇവിടെ ചെയ്ത പ്രവൃത്തി എന്തായാലും ഗുരുത്വാകർഷണ ബലത്തിനെതിരാണ്, അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ബലത്തിന് എതിരായിട്ടാണ് ഇവിടെ ബലം പ്രയോഗിച്ചിട്ടുള്ളതും. എന്നുവെച്ചാൽ മേലോട്ടാണ് ബലം പ്രയോഗിച്ചതെന്ന്. നമുക്ക് ഈ വസ്തുവിൻ്റെ ഭാരം, അല്ലെങ്കിൽ കണ്ടെയ്നറിൻ്റെ മേലേക്ക് ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം, അത് തന്നെയാണ് ഭാരം. വസ്തുവിലേക്ക് ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ഭാരം. എന്തായാലും ഈ വസ്തുവിൻ്റെ ഭാരം അല്ലെങ്കിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം, അതിനെ നമുക്ക് MA എന്ന് വിളിച്ചൂടെ. A എന്ന് പറഞ്ഞാൽ A എന്ന് പറഞ്ഞാൽ ത്വരണം, Aനെ മാറ്റി G കൊടുത്തു കഴിഞ്ഞാൽ mg എന്ന് വരും. ഭാരത്തിനുള്ള സമവാക്യം ഇതിനിത്, ഭാരം കണ്ടുപിടിക്കാനുള്ള. ഒന്നുകൂടെ പറയുകയാണെങ്കിൽ, വസ്തുവിലേക്ക് ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം, ബലം കണ്ടുപിടിക്കാൻ നമ്മൾ MA എന്ന് പറയുന്ന സമവാക്യം പണ്ട് ഉപയോഗിച്ചിട്ടുണ്ടേനും. ഇനി Aനെ മാറ്റി G കൊടുക്ക്. A എന്ന് പറഞ്ഞാൽ ത്വരണം, ത്വരണത്തിന് മാറ്റി ഗുരുത്വാകർഷണ ത്വരണം കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആ വസ്തുവിൻ്റെ ഭാരമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ അനുഭവപ്പെടുന്ന ബലം, ആകർഷണ ബലം, അല്ലെങ്കിൽ ഭൂമിൻ്റെ, കൃത്യമായിട്ട് പറഞ്ഞാൽ ഭൂമി വസ്തുവിലേക്ക് പ്രയോഗിക്കുന്ന ആകർഷണ ബലം mg ആയിരിക്കും അല്ലേ. അതായത് F എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇവിടെയുള്ള F mg ആയിരിക്കും അല്ലേ. ഇവിടെയുള്ള F mg ആയിരിക്കും. ഇവിടെ പ്രയോഗിക്കുന്ന ആകർഷണ ബലം mg. F=ma, ഇവിടെ mg. ശരി, നമുക്കറിയാം S എന്ന് പറഞ്ഞാൽ സ്ഥാനാന്തരം. ഈ വസ്തുവിന്, ഈ കണ്ടെയ്നർ ഉണ്ടായ സ്ഥാനാന്തരം എത്രയാണെന്നറിയോ? കണ്ടെയ്നർ ആദ്യം ഇവിടെ ആയിരുന്നു,
അവിടെ നിന്ന് ഒരു എച്ച് ഹൈറ്റിലേക്ക് ഇതിനെ ഉയർത്തിക്കൊണ്ട് പോയി. അങ്ങനെയാണെങ്കിൽ ആദ്യ സ്ഥാനം ഇവിടെ, അന്ത്യസ്ഥാനം ഇവിടെ. ആദ്യസ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖ അകലം, അതാണ് സ്ഥാനാന്തരം. ഇവിടെ ഉണ്ടായ സ്ഥാനാന്തരം എച്ച് ആണ്. അപ്പോൾ എസ്സിന് പകരം നമ്മൾ എഴുതും എച്ച്. അങ്ങനെയാണെങ്കിൽ പ്രവൃത്തിക്ക് പുതിയൊരു സമവാക്യം കിട്ടിയല്ലോ, W = mgh. ടെക്സ്റ്റിൽ പറഞ്ഞ കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഗുരുത്വാകർഷണ ബലത്തിനെതിരായി ചെയ്യുന്ന പ്രവൃത്തി. ക്രെയിൻ ഉപയോഗിച്ച് m കിലോഗ്രാം മാസുള്ള കണ്ടെയ്നർ h മീറ്റർ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കൂ. ഈ ചിത്രം നമ്മൾ നേരത്തെ കണ്ട ചിത്രം. കണ്ടെയ്നറിൻ്റെ ഭാരം mg ന്യൂട്ടൺ ആണല്ലോ. നമുക്കറിയാം കണ്ടെയ്നറിൻ്റെ ഭാരം mg ആണ്. ഇതിന് തുല്യമായ ബലമെങ്കിലും മുകളിലേക്ക് പ്രയോഗിച്ചാലല്ലേ കണ്ടെയ്നറിനെ ഉയർത്താൻ സാധിക്കുള്ളൂ. ശരിയാ? കണ്ടെയ്നറിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം എത്രയാണെന്ന് ചോദിക്കുന്നത്. യെസ്, അത് mg ആയിരിക്കും. ക്രെയിൻ കണ്ടെയ്നറിൽ പ്രയോഗിക്കേണ്ട ബലം എത്രയായിരിക്കും അപ്പോൾ? അത് mg തന്നെ ആയിരിക്കും അല്ലേ? കാരണം താഴോട്ടേക്ക് mg ഉണ്ടെങ്കിൽ മുകളിലോട്ടേക്ക് മിനിമം mg എങ്കിലും കൊടുത്താലല്ലേ ഈ വസ്തുവിനെ ഇവിടെ നിന്ന് ഉയർത്താൻ വേണ്ടി പറ്റുള്ളൂ. ശരിയാ? അടുത്ത വരി നോക്ക്. ക്രെയിനിൽ പ്രയോഗിച്ച ബലം കണ്ടെയ്നർ ചെയ്ത പ്രവൃത്തിയുടെ അളവ്. ക്രെയിനിൽ പ്രയോഗിച്ച ബലം കണ്ടെയ്നറിൽ ചെയ്ത പ്രവൃത്തിയുടെ അളവ്. ഇതാ W. പ്രവൃത്തി കണ്ടുപിടിക്കാനുള്ള നമുക്ക് ആകെ നിലവിൽ അറിയുന്ന സമവാക്യം W = Fs. അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ സ്ഥാനാന്തരം എന്നത് എച്ചിന് തുല്യമല്ലേ? ഇവിടെ സ്ഥാനാന്തരം S എന്നത് ഉയരമാണല്ലോ. അതിനാൽ S = h എന്ന് എഴുതാം. ഉയരം തന്നെയാണ് ഇവിടെ സ്ഥാനാന്തരമായിട്ട് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രവൃത്തി W = F ഗുണിക്കണം S = Fന് പകരം നമ്മൾ എഴുതി mg, Sന് പകരം എഴുതി h. അങ്ങനെയാണെങ്കിൽ W = mgh എന്ന ഒരു പുതിയ സമവാക്യം കിട്ടി. ഇത് നോക്കി വെച്ചോ. മിക്കവാറും ചോദ്യങ്ങളിൽ വരുമ്പോൾ ഉയരവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രവൃത്തി വരുമ്പോഴാണ് ഈ ഒരു സമവാക്യം ഉപയോഗിക്കേണ്ടതായിട്ട് വരിക. റെഡി? ഇതൊന്നങ്ങ് വായിച്ചു നോക്കിക്കളയാം. വസ്തുക്കളെ ഉയർത്തുന്ന സന്ദർഭത്തിൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരായി ചെയ്ത പ്രവൃത്തി. W = mgh. നോക്കി വെച്ചേക്കണേ. ഇവിടെ ഒരു ചോദ്യമുണ്ട്. 100 ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ ഉയർത്താൻ ആവശ്യമായ പ്രവൃത്തിയുടെ അളവ് കണക്കാക്കുക. 100 ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ ഉയർത്താൻ, അതായത് ഇതാണ് നമ്മുടെ വസ്തു എങ്കിൽ ഇതാണ് നമ്മുടെ 100 ഗ്രാം മാസുള്ള വസ്തു. ഇതിനെ ഇവിടെ നിന്ന് ഉയർത്തിയിട്ട് ഒരു 1 മീറ്റർ ഉയർത്തണം. എന്നിട്ട് ഇവിടെ കൊണ്ടുവരണം. റെഡി? അപ്പം ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവ് നോക്ക്. ഉയർത്തിക്കൊണ്ട് പോവുകയല്ലേ വേണ്ടേ? ഉയർത്തണം എന്നുണ്ടെങ്കിൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരായിട്ട് നമ്മൾ പ്രവൃത്തി ചെയ്യണം. അപ്പോൾ ഉയർത്തുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവ് കണ്ടുപിടിക്കേണ്ട സമവാക്യം W = mgh ഉപയോഗിക്കണം. ശരിയാ? അപ്പോൾ m എന്ന് പറഞ്ഞാൽ മാസാന്ന് നമുക്കറിയാം. നമുക്ക് മാസിൻ്റെ SI യൂണിറ്റ് കിലോഗ്രാം അല്ലേ? ഇവിടെ തന്നിരിക്കുന്നത് ഗ്രാമിലാണ്. അപ്പോൾ തന്നിരിക്കുന്ന മാസ് 100 ഗ്രാം ആണ്. 100 ഗ്രാം. ഇതിനെ നമ്മൾ മാറ്റണം. ഇതിനെ മാറ്റിയിട്ട് കിലോഗ്രാമിലേക്ക് മാറ്റാം. എങ്ങനെയാണ് കിലോഗ്രാമിലേക്ക് മാറ്റാം? 100നെ 1000 വെച്ച് ഹരിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ 100/1000 കിലോഗ്രാം എന്ന് വരും. ഇവിടെ കുറേ ആളെ വെട്ടിക്കളയാം. കുറേ പൂജ്യമൊക്കെ കാണുന്നുണ്ട്, ഒക്കെ വെട്ടിക്കളയാം. താഴെ ഒരു പൂജ്യം, മേലൊരു പൂജ്യം, താഴെ ഒരു പൂജ്യം, മേലൊരു പൂജ്യം. 1/10 എന്ന് വരും. അതിനെ ഭിന്നസംഖ്യ ഒന്നും ആക്കാൻ തൽക്കാലം ഒന്നും ചെയ്യേണ്ട. ആ 1/10 അങ്ങനെ തന്നെ നിൽക്കട്ടെ. 1/10 കിലോഗ്രാം = 1/10 കിലോഗ്രാം എന്ന് വരും നമ്മുടെ മാസ്. അങ്ങനെയാണെങ്കിൽ W = mgh എമ്മിന് പകരം നമ്മൾ കൊടുക്കും 1/10 ഗുണിക്കണം. നോക്ക്, G = 10 m/s² എന്ന് തന്നിട്ടുണ്ട്. സമാധാനം. G 10 തന്നിട്ടുണ്ട്. അപ്പോൾ ഗുണിക്കണം 10 ഗുണിക്കണം h എന്ന് പറഞ്ഞാൽ ഉയരമാണ്. ഇതാ ഉയർത്താൻ, 1 മീറ്റർ ഉയർത്താൻ. അപ്പോൾ ഉയരം എന്ന് പറയുന്നത് h എന്ന് പറയുന്നത് 1. ചെയ്ത് നോക്കുമ്പോൾ 1/10 ഗുണിക്കണം 10 ഗുണിക്കണം 1. 1/10 താഴെയുണ്ട് 10, മേലെയുണ്ട് 10. ക്യാൻസലായി പോകില്ലേ? അങ്ങനെയാണെങ്കിൽ ഉത്തരം എന്ത് വരും? 1. റെഡി? യൂണിറ്റ് വേണം. ജൂളല്ലേ? ഇവിടെ പ്രവൃത്തിയല്ലേ കണ്ടുപിടിച്ചത്? പ്രവൃത്തി W ആണ് കണ്ടുപിടിച്ചത്. അപ്പോൾ അതിൻ്റെ യൂണിറ്റായിട്ട് ജൂള് വരും. ഇത് 5 അല്ല, ജൂളാണ്. 1 ജൂൾ, 1 ജൂൾ എന്ന് വരും നമ്മുടെ ഉത്തരം. മറ്റൊരു വലിയ ചോദ്യം കൂടെ ഉണ്ട്, വായിച്ചു നോക്കാം. ഒരു ലോറിയിലേക്ക് 50 കിലോഗ്രാം മാസുള്ള ഒരു പീപ്പ കയറ്റണം.
ലോറിയിലേക്ക് തറനിരപ്പിൽ നിന്നുള്ള ഉയരം 2 മീറ്ററാണ്. ജി ഒക്കെ തന്നിട്ടുണ്ട് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന്. എ ബി സി എന്ന് പറഞ്ഞ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എ ക്വസ്റ്റ്യൻ, ലോറിയിലേക്ക് വീപ്പ കയറ്റിയാൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്ത പ്രവൃത്തി കണക്കാക്കുക. 5 മീറ്റർ നീളമുള്ള ഒരു ചരിവ് തലം ഉപയോഗിച്ച് 2 മീറ്റർ ഉയരത്തിലേക്ക് ഉരുട്ടിക്കയറ്റിയാൽ വീപ്പയിൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്ത പ്രവൃത്തി എത്രയായിരിക്കും? സി ക്വസ്റ്റ്യൻ, ഗുരുത്വാകർഷണ ബലത്തിനെതിരെ വീപ്പയിൽ ചെയ്ത പ്രവൃത്തി സഞ്ചാരപാതയെ ആശ്രയിക്കുന്നുണ്ടോ ഇല്ലയോ? ഒന്നും കുഴപ്പമില്ല, സിമ്പിൾ പരിപാടിയാണ്. നമുക്കാകെ അറിയുന്ന കാര്യം W പ്രവൃത്തിയാണെന്നറിയാം, പ്രവൃത്തി കണ്ടുപിടിക്കാനുള്ള 2 സമവാക്യം അറിയാം. ചോദ്യം കിട്ടിയ ആദ്യം തന്നെ തന്ന കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതണം ഫസ്റ്റ്. തൽക്കാലം ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് തന്നെ എഴുതുന്നില്ല. നിങ്ങൾ നോട്ടിലേക്ക് എഴുതുമ്പോൾ അല്ലെ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഒക്കെ എല്ലാ സാധനവും ചോദിച്ചു തന്നെല്ലാം പെറുക്കി എഴുതിയേക്കണം. ഫസ്റ്റിൽ അതാ ചെയ്യേണ്ട പരിപാടി. ശരി, ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ലോറിയിലേക്ക് വീപ്പ കയറ്റിയാൽ, അവിടെ വീപ്പ എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടെ, പീപ്പ അല്ലെങ്കിൽ ടാങ്ക്, അങ്ങനത്തെ ഒരു സാധനം, എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് എന്താണെന്നുള്ളൊരു വിഷയമേ അല്ല. ലോറിയിലേക്ക് വീപ്പ കയറ്റിയാൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരായി ചെയ്ത പ്രവൃത്തി കണക്കാക്കുക. ഗുരുത്വാകർഷണ ബലത്തിനെതിരായി ചെയ്ത പ്രവൃത്തി നോക്ക് എന്ന് വെച്ചാൽ, നിലത്തുള്ളൊരു പീപ്പ അതിനെ ഉയർത്തിയിട്ട് വേണം ലോറിയിലേക്ക് കയറ്റാൻ അല്ലേ. അപ്പോൾ ഉയർത്തിയിട്ട് ലോറിയിലേക്ക് കയറ്റാൻ വേണ്ടി നമ്മൾ ചെയ്ത പ്രവൃത്തി W = mgh എടുത്തൂടെ? ശരിയാ. M എന്ന് പറഞ്ഞാൽ വസ്തുവിൻ്റെ മാസാണ്. മാസ് 50 കിലോഗ്രാം ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 50 ഗുണിക്കണം G എന്ന് പറഞ്ഞാൽ 9.8 നമുക്കറിയാം, പക്ഷേ ഇവിടെ തന്നിട്ടുണ്ട് G = 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എടുത്തു. ഗുണിക്കണം 10 ഗുണിക്കണം H എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഇവിടെ 2 മീറ്റർ അല്ലേ. 2 മീറ്റർ ഇതാ ഉയരം 2 മീറ്റർ ചെയ്ത് കഴിഞ്ഞാൽ 50 ഗുണിക്കണം 10 ഗുണിക്കണം 2, 50 ഗുണിക്കണം 2 ചെയ്യുക 100, 100 ഗുണിക്കണം 10 1000. അപ്പോൾ W = 1000 ജൂൾ എന്ന് വരും. 1000 ജൂൾ. സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നത്, 5 മീറ്റർ നീളമുള്ള ഒരു ചരിവ് തലം ഉപയോഗിച്ച് 2 മീറ്റർ ഉയരത്തിലേക്ക് ഉരുട്ടി കയറ്റിയാൽ വീപ്പയിൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്ത പ്രവൃത്തി എത്രയായിരിക്കും? നമുക്ക് ഇതാണ് നമ്മുടെ ലോറിയെങ്കിൽ ഈ ലോറീൻ്റെ മേലെയായിട്ടാണ് നമ്മുടെ വീപ്പ് എത്തിക്കേണ്ടത്. നേരത്തെ നമ്മൾ നേരെ എടുത്തങ്ങ് കൊണ്ടുപോവുക ചെയ്തത്. ഇനി നമ്മളോട് ചോദിക്കുന്നത്, ഒരു ചരിവ് തലം ഇവിടെ ഇങ്ങനെ വെച്ച് എന്നിട്ട് ഇതിൻ്റെ മേലെ കൂടി ഇങ്ങനെ ഉരുട്ടി ആ മേലേക്ക് കൊണ്ടുപോകുന്നെങ്കിൽ ഈ ഉയരത്തിന് മാറ്റമില്ല, ഉയരം എപ്പോഴും 2 മീറ്റർ തന്നെ. അങ്ങനെ ഉയരത്തിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ ഇവിടെ ചെയ്ത പ്രവൃത്തി എത്രയായിരിക്കും? വീണ്ടും ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്ത പ്രവൃത്തി എത്രയായിരിക്കുമെന്ന് നോക്കൂ. പ്രവൃത്തി W = സ്ഥാനാന്തരം ഗുണിക്കണം ബലം അല്ലേ. F ഗുണിക്കണം S. S എന്ന് പറഞ്ഞാൽ സ്ഥാനാന്തരം സഞ്ചാരപാതയൊന്നും ആശ്രയിക്കുന്നില്ല. സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ വസ്തുവിൻ്റെ ആദ്യസ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖാ ദൂരം. വസ്തു ആദ്യം ഇവിടെയായിരുന്നു, വീപ്പ ആദ്യം താഴെയായിരുന്നു, ദേ ഈ ഒരു ഭാഗത്ത്. ഇവിടെ നിന്ന് ഇതിനെ ഉരുട്ടി ഇവിടെ വരെ എത്തിച്ച് എന്ന് പറഞ്ഞാൽ ആദ്യസ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള, ഇവിടത്തെ ആദ്യസ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖാ ദൂരം എന്ന് പറഞ്ഞാൽ ഇവിടത്തെ ഉയരം തന്നെ, അത് 2 മീറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മൾ എഴുതും W = mgh. പ്രവൃത്തി mgh M എന്ന് പറഞ്ഞാൽ 50 ആണെന്ന് തന്നിട്ടുണ്ട്, ഗുണിക്കണം G എന്ന് പറഞ്ഞാൽ 10 ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ഇവിടത്തെ ഉയരം നോക്കൂ, ഉയരം 2 മീറ്റർ ആണ്. വീണ്ടും 2 മീറ്റർ, 50നെ 10 കൊണ്ട് ഗുണിക്കുന്നു, എന്നിട്ട് അതിൻ്റെ ഇരട്ടി എടുക്കുന്നത്. ഇതിൻ്റെ അർത്ഥം 50നെ 10 കൊണ്ട് ഗുണിച്ചാൽ 500, 500ൻ്റെ ഇരട്ടി 1000. 50 × 10 × 2 എന്ന് പറഞ്ഞാൽ 1000 ജൂൾ എന്ന് വരും. 1000 ജൂൾ. ഇത് തന്നെ നമുക്ക് നേരത്തെ കിട്ടിയത്. എന്ന് വെച്ചാൽ വസ്തു സഞ്ചരിക്കുന്ന പാതേനെയൊന്നും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ആശ്രയിക്കുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ അതാ, ഗുരുത്വാകർഷണ ബലത്തിനെതിരെ വീപ്പയിൽ ചെയ്ത പ്രവൃത്തി സഞ്ചാരപാതയെ ആശ്രയിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സഞ്ചാരപാതയെ ആശ്രയിക്കുന്നില്ല കേട്ടോ, സഞ്ചാരപാതയെ ആശ്രയിക്കുന്നില്ല. അങ്ങനെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ ആ ചരിവ് തലത്തിലൂടെ തള്ളിക്കൊണ്ട് കയറ്റുമ്പോൾ ആ ചരിവ് തലത്തിന് നീളം കൂടി നമ്മൾ പരിഗണിക്കുന്നു. നമ്മൾ നോക്കിയിട്ടില്ല. വീപ്പേൻ്റെ ആദ്യ സ്ഥാനവും നിലത്തിരുന്ന സ്ഥാനവും അന്ത്യസ്ഥാനമായിട്ടുള്ള ലോറിൻ്റെ മേലെയും ആ ഭാഗം തമ്മിലുള്ള നേർരേഖ അകലം, അതാണ് ഉയരം. അത് മാത്രമേ നമ്മൾ നോക്കിയിട്ടുള്ളൂ. അല്ലാണ്ട് ഏത് വഴിക്കാ വീപ്പ പോയെന്നൊന്നും നമ്മൾ നോക്കിയിട്ടില്ല. റെഡിയല്ലേ? ഇനി നമ്മൾ ഇത്രയും നേരം പ്രവൃത്തിനെ പറ്റി കുറേ കാര്യം പറഞ്ഞു, പ്രവൃത്തിൻ്റെ സമവാക്യം പറഞ്ഞു, അതിൻ്റെ യൂണിറ്റ് പറഞ്ഞു. ഇനി പ്രവൃത്തിനെ 2 മുറിക്കാൻ വേണ്ടി പോവാം. അതായത് പ്രവൃത്തിയെ പോസിറ്റീവ് പ്രവൃത്തി എന്നും
നെഗറ്റീവ് പ്രവൃത്തി എന്നും രണ്ടാക്കാൻ വേണ്ടി പോവാം. നമ്മൾ ഇതുവരെ എന്തൊക്കെയാണ് പ്രവൃത്തി അല്ലാത്തത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. പക്ഷേ പോസിറ്റീവ് പ്രവൃത്തി നെഗറ്റീവ് പ്രവൃത്തി എന്നൊന്നും ഇതുവരെ തിരിച്ചിട്ടില്ല. ഇനി നമ്മൾ നേരത്തെ കണ്ട എല്ലാ സന്ദർഭങ്ങളെയും പോസിറ്റീവും നെഗറ്റീവും ആയിട്ട് തിരിക്കാൻ വേണ്ടി പോവാം. എന്താ പോസിറ്റീവ് പ്രവൃത്തി, എന്താ നെഗറ്റീവ് പ്രവൃത്തി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു വസ്തുവിലേക്ക് ബലം പ്രയോഗിക്കുകയും അതേസമയം ആ വസ്തുവിന് നമ്മൾ എങ്ങോട്ടാണോ ബലം പ്രയോഗിച്ചത് അങ്ങോട്ട് തന്നെ സ്ഥാനാന്തരം ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും അതിനെ പോസിറ്റീവ് പ്രവൃത്തി എന്ന്. നമ്മളൊരു വസ്തുവിലേക്ക് ബലം പ്രയോഗിക്കുന്നത്, ഇപ്പോൾ മുന്നോട്ട് ഒരു വസ്തുവിനെ പിടിച്ച് തള്ളുന്നു, ഒരു ബോക്സ് ഒരു പെട്ടി എടുത്ത് നിലത്ത് വെച്ചിട്ട് അതിനെ പിടിച്ച് നമ്മൾ മുന്നോട്ട് തള്ളുന്നു. അപ്പോൾ നമ്മൾ മുന്നോട്ട് തള്ളുന്നു. അപ്പോൾ ഈ പെട്ടി മുന്നോട്ടേക്ക് നീങ്ങുകയാണെങ്കിൽ നമ്മൾ ചെയ്ത പ്രവൃത്തി പോസിറ്റീവ് പ്രവൃത്തിയായിട്ട് പരിഗണിക്കാം, പോസിറ്റീവ് പ്രവൃത്തി. ഇനി അതേസമയം ചില സന്ദർഭങ്ങളുണ്ട്, നമ്മളല്ല എന്തെങ്കിലും ഒരു സാധനം ബലം പ്രയോഗിക്കും. അങ്ങനെ ബലം പ്രയോഗിച്ചപ്പോൾ ആ പ്രയോഗിച്ച ബലത്തിന് എതിരായിട്ട് ഈ വസ്തു സഞ്ചരിക്കുന്നു. അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ചെയ്ത വസ്തുവിൽ ഫസ്റ്റത്തെ ലൈനാണ് വായിക്കുന്നത്. ഒരു വസ്തുവിൽ ബലം പ്രയോഗിച്ചത് മൂലം വസ്തുവിന് ബലത്തിൻ്റെ ദിശയിലാണ് സ്ഥാനാന്തരം ഉണ്ടാവുന്നത് എങ്കിൽ, കണ്ടോ, വസ്തുവിന് ബലത്തിൻ്റെ ദിശയിലാണ് സ്ഥാനാന്തരം ഉണ്ടാവുന്നതെങ്കിൽ ബലം വസ്തുവിൽ ചെയ്ത പ്രവൃത്തി പോസിറ്റീവാണ്. ഒരു വസ്തുവിലേക്ക് ബലം പ്രയോഗിക്കുന്നത്, ഇപ്പോൾ ഇതൊരു പെട്ടി, ഈ പെട്ടിയിലേക്ക് നമ്മൾ അങ്ങോട്ടൊരു ബലം പ്രയോഗിക്കുന്നത്, അപ്പോൾ ഈ പെട്ടി ഇങ്ങോട്ടേക്ക് തന്നെ നീങ്ങുകയാണെങ്കിൽ നമ്മൾ പറയും ഇത് പോസിറ്റീവ് പ്രവൃത്തിയാണ്. ഇങ്ങനെ പ്ലസ് ഇട്ട് ചെയ്തത് അതെറ്റാം, പോസിറ്റീവ് പ്രവൃത്തിയായിട്ട് പരിഗണിക്കും. ഇനി താഴത്തെ ലൈൻ നോക്ക്, രണ്ടാമത്തെ ലൈൻ. ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ വസ്തുവിന് ബലത്തിൻ്റെ എതിർ ദിശയിലാണ് സ്ഥാനാന്തരം ഉണ്ടായതെങ്കിൽ ഈ ബലം വസ്തുവിൽ ചെയ്ത പ്രവൃത്തി നെഗറ്റീവ് പ്രവൃത്തിയാണ്. കണ്ടോ, എതിർ ദിശയിലാണ് സ്ഥാനാന്തരം ഉണ്ടായതെങ്കിൽ നെഗറ്റീവ് പ്രവൃത്തിയാണ്. ഒരു ഉദാഹരണം പറയാൻ വേണ്ടി ശ്രമിക്കാം. ഇത് തറയാണെന്ന് വിചാരിക്കുക, എന്ന് വെച്ചാൽ നിലം ഇത്. ഈ തറയിലായിട്ട് നമ്മളൊരു വസ്തുവിനെ വെക്കുന്നു, കാണുന്നില്ല. ഈ തറയിൽ നമ്മളൊരു വസ്തുവിനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഒരാൾ ഇവിടെ നിന്നിട്ട് ഈ വസ്തുവിലേക്ക് അങ്ങോട്ടൊരു ബലം പ്രയോഗിക്കുന്നത്, വലത്തോട്ടൊരു ബലം പ്രയോഗിക്കുന്നതാണ്, ഇങ്ങോട്ടൊരു ബലം പ്രയോഗിക്കുന്നത്, അങ്ങോട്ടാണ് ബലം പ്രയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ ബലം പ്രയോഗിച്ചപ്പോൾ ഈ പെട്ടി അല്ലെങ്കിൽ ഈ വസ്തു അതേ ഭാഗത്തേക്ക് തന്നെ നീങ്ങുകയാണെങ്കിൽ ഇവിടെ ഈ ബലം പ്രയോഗിച്ച ആൾ ചെയ്ത പ്രവൃത്തിനെ നമ്മൾ പറയും പോസിറ്റീവ് പ്രവൃത്തി. ഈ ഒരു തറയിൽ കൂടെ ഇങ്ങനെ നിരക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ അവിടെ മറ്റൊരു ബലം കൂടി അനുഭവപ്പെടും, ഘർഷണ ബലം. 8ാം ക്ലാസ്. ഘർഷണ ബലം. ഈ പെട്ടി അല്ലെങ്കിൽ ഈ സാധനം, ഈ വസ്തു മുന്നോട്ടാണ് നീങ്ങുന്നത് എങ്കിൽ ഇവിടെ ഈ തറയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലം പുറകിലേക്കായിരിക്കും, ഓപ്പോസിറ്റ് ദിശയിലായിരിക്കും, എതിർ ദിശയിലായിരിക്കും. മുന്നോട്ടാ പെട്ടി പോകുന്നത് എങ്കിൽ അതിനെതിർ ദിശയിൽ പുറകിലേക്കായിരിക്കും ഘർഷണബലം അനുഭവപ്പെടുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഘർഷണബലം ഇവിടെ നിന്ന് ഇങ്ങോട്ട് അനുഭവപ്പെടുന്നത്, തറയിൽ നിന്ന് ഇങ്ങോട്ട് ബേക്കോട്ട് അനുഭവപ്പെടുന്നത്. ഈ വസ്തു ആണെങ്കിൽ മുന്നോട്ടാണ് നീങ്ങുന്നത്, ബേക്കോട്ട് ബലം അനുഭവപ്പെടുന്നത്, ഘർഷണബലം പുറകിലേക്ക് അനുഭവപ്പെടുന്നത്. പക്ഷേ വസ്തു നീങ്ങുന്നത് മുന്നോട്ട്. രണ്ടും എതിരായിട്ടല്ലേ ഉള്ളത്. ബലം ഒരു ദിശയിലുള്ള, അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് വസ്തു നീങ്ങുന്നത്. വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം അതിന് ഓപ്പോസിറ്റാ, എതിരാ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ഘർഷണബലം ചെയ്ത പ്രവൃത്തിയെ നെഗറ്റീവായിട്ട് പരിഗണിക്കും. നമ്മൾ നേരത്തെ ചെയ്തൊരു പ്രവൃത്തി എടുക്കാം. ഈ ക്രെയിൻ ഉപയോഗിച്ചിട്ട് താഴെ നിന്ന ഇത്രയും വലിയ കണ്ടെയ്നറിനെ ഉയർത്തി മേലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഈ കണ്ടെയ്നറിലേക്ക് ക്രെയിൻ പ്രയോഗിച്ച ബലം ഉറപ്പായിട്ടും മുകളിലേക്കായിരിക്കുമല്ലോ, മുകളിലേക്കാ. ഈ കണ്ടെയ്നറുണ്ടായ സ്ഥാനാന്തരവും മുകളിലേക്ക് തന്നെ. എങ്ങോട്ടാണോ ബലം പ്രയോഗിച്ചത് അങ്ങോട്ടേക്ക് തന്നെ ഈ കണ്ടെയ്നർ നീങ്ങിയിട്ടുണ്ട്, ഈ വസ്തു നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്രെയിൻ ചെയ്ത പ്രവൃത്തിയെ നമ്മൾ പോസിറ്റീവ് എന്ന് വിളിക്കും. ക്രെയിൻ ചെയ്ത പ്രവൃത്തിയെ പോസിറ്റീവ് എന്ന് വിളിക്കും. അതേസമയം ഇവിടെ മറ്റൊരാൾ കൂടെ ഉണ്ട്. അയാളുടെ പേര് ഗുരുത്വാകർഷണ ബലം എന്നാണ്. ഗുരുത്വാകർഷണ ബലം എല്ലായ്പ്പോഴും താഴോട്ടായിരിക്കും, ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് താഴോട്ട്. പക്ഷേ ഈ വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം മുകളിലേക്കല്ലേ. നോക്ക്, ഗുരുത്വാകർഷണ ബലം താഴോട്ടാണ്, അതേസമയം വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം മുകളിലേക്കാണ്. വസ്തു മേലേക്ക് പോയി, പക്ഷേ ബലം താഴോട്ടാണ്. ബലം താഴോട്ട് അനുഭവപ്പെടുന്നു, വസ്തു മേലേക്ക് പോയി. രണ്ടും എതിർ ദിശയിലല്ലേ, അവിടെ എതിരായിട്ടല്ലേ സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സന്ദർഭത്തിൽ ഗുരുത്വാകർഷണ ബലം ചെയ്ത പ്രവൃത്തി നെഗറ്റീവ് ആയിരിക്കും. ഇങ്ങനെ വരട്ടെ വെക്കരുത്, നെഗറ്റീവ് ആയിരിക്കും ഗുരുത്വാകർഷണ ബലം ചെയ്ത പ്രവൃത്തി. അപ്പോൾ ഒരേ പ്രവൃത്തിയിൽ തന്നെ പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവാം.
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വസ്തുവിനെ നിലത്തൂടെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോവുക, തറയിലൂടെ വലിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അവിടെ ഘർഷണബലം ചെയ്യുന്നത് നെഗറ്റീവ് ആയിരിക്കും, വലിച്ചുകൊണ്ട് പോകുന്ന ആൾ ചെയ്യുന്നത് പോസിറ്റീവ് പ്രവൃത്തിയായിരിക്കും. ഒരു വസ്തുവിനെ, തറയിലിരിക്കുന്ന വസ്തുവിനെ എടുത്ത് ഉയർത്തുകയാണെങ്കിൽ ഈ സമയത്ത് ഗുരുത്വാകർഷണ ബലം ചെയ്യുന്നത് നെഗറ്റീവായിരിക്കും. ഗുരുത്വാകർഷണ ബലം താഴോട്ടാ, വസ്തു മേലോട്ടാ പോകുന്നത്. അപ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്നത് നെഗറ്റീവും. അതേസമയം ഈ ഉയർത്തുന്ന ആൾ അല്ലെങ്കിൽ ഈ ക്രെയിൻ ചെയ്ത പ്രവൃത്തി പോസിറ്റീവും ആയിരിക്കും. അതിനുള്ള കുറച്ച് പോയിന്റ് കൊടുത്തിട്ട് നമ്മളോട് ഇതിൽ പോസിറ്റീവ് ഏതാ നെഗറ്റീവ് ഏതാന്ന് തിരിച്ചറിയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി, ഒന്നാമത്തെ പോയിന്റ് അതാ. അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ കല്ല് മുകളിലേക്ക് എറിയുകയാണെങ്കിലേ, ഒരു കല്ലിനെടുക്കുന്നു, മുകളിലേക്ക് എറിയുന്നു. ഇവിടെ നിന്ന് ഈ കല്ലിനെ മുകളിലേക്ക് എറിയുന്നു. അപ്പോൾ കല്ലിനുണ്ടായ സ്ഥാനാന്തരം താഴെ നിന്ന് മേലേക്കാം. ഈ സന്ദർഭത്തിൽ ഗുരുത്വാകർഷണ ബലം ഉണ്ടാവുമല്ലോ. അവിടെ ഗുരുത്വാകർഷണ ബലം എപ്പോഴും താഴേക്കായിരിക്കും. ഗുരുത്വാകർഷണ ബലം താഴേക്ക് അനുഭവപ്പെടുന്നത്, പക്ഷേ കല്ല് മുകളിലേക്ക് പോയി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഗുരുത്വാകർഷണ ബലം ചെയ്ത പ്രവൃത്തി നെഗറ്റീവ് ആണെന്ന് പറയാം. ഗുരുത്വാകർഷണ ബലം ചെയ്ത പ്രവൃത്തി നെഗറ്റീവ് ആണെന്ന് പറയാം. ഇത് നെഗറ്റീവ്. ഇവിടെ ഇങ്ങനെ വരയിട്ട് വെക്കരുത്, പോസിറ്റീവ് നെഗറ്റീവ് തന്നെ എഴുതണം, ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട്. ഇനി ഇതേ സന്ദർഭത്തിൽ നമുക്ക് കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ എറിയുന്നയാൾ, നാം പ്രയോഗിക്കുന്ന ബലം കയ്യിൽ ചെയ്യുന്ന പ്രവൃത്തി, നാം എന്ന് പറഞ്ഞാൽ ആരാണോ എറിയുന്നത് അയാൾ. ഈ കല്ലിനെ മുകളിലേക്ക് എറിയുമ്പോൾ കല്ല് പോകുന്നത് മുകളിലേക്ക്, എറിയുന്നയാൾ പ്രയോഗിച്ച ബലവും മുകളിലേക്ക് തന്നെയായിരിക്കും. എറിയുന്നയാൾ മുകളിലേക്ക് ബലം പ്രയോഗിച്ചുകൊണ്ടല്ലേ കല്ല് മുകളിലേക്ക് പോയത്. അപ്പോൾ ഈ സന്ദർഭത്തിൽ എറിയുന്നയാൾ ബലം മുകളിലേക്ക് പ്രയോഗിച്ചു, കല്ല് മുകളിലേക്ക് പോയി. അപ്പോൾ നമ്മളതിനെ പോസിറ്റീവ് പ്രവൃത്തി എന്ന് പറയും. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഒരു വസ്തുവിനെ ഉയർത്തുമ്പോൾ ക്രെയിൻ വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലം ചെയ്യുന്ന പ്രവൃത്തി. മൂന്നാമത്തെ കേട്ടോ വായിക്കുന്നത്. ഒരു വസ്തുവിനെ ഉയർത്തുമ്പോൾ, കണ്ടോ നേരത്തെ നമ്മൾ പറഞ്ഞത്, ഒരു വസ്തുവിനെ ഉയർത്തുമ്പോൾ ക്രെയിൻ വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലം ചെയ്യുന്ന പ്രവൃത്തി. ഇവിടെ ക്രെയിനിന് ഒരു സാധനം നിലത്തുനിന്നെടുത്ത് ഉയർത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും അല്ലെങ്കിൽ ക്രെയിന് മുകളിലേക്ക് വേണം ബലം പ്രയോഗിക്കാൻ. അങ്ങനെ മുകളിലേക്ക് ബലം പ്രയോഗിക്കുന്നു, അതേസമയം പെട്ടി മുകളിലേക്ക് തന്നെ പോകുന്നു. പെട്ടിക്കുണ്ടായ സ്ഥാനാന്തരം, കണ്ടെയ്നറുണ്ടായ സ്ഥാനാന്തരം, വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം മുകളിലേക്ക് രണ്ടും ഒരേ ദിശയിൽ. അങ്ങനെയാണെങ്കിൽ ഇത് പോസിറ്റീവ് പ്രവൃത്തിയാണ്. നേരെ അടുത്ത ഉദാഹരണം നോക്ക്. ക്രെയിൻ ഉപയോഗിച്ച് ഒരു വസ്തുവിനെ ഉയർത്തുമ്പോൾ അതേ സന്ദർഭം, ഈ സമയത്ത് ഗുരുത്വാകർഷണ ബലം വസ്തുവിൽ ചെയ്യുന്ന പ്രവൃത്തി. ഒരു വസ്തുവിനെ ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തുന്നു, അപ്പോൾ ആ വസ്തു മുകളിലേക്ക് പോകും. പക്ഷേ ഈ സമയത്ത് ഗുരുത്വാകർഷണ ബലം ഉണ്ടാവുക താഴോട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, ഈ സന്ദർഭത്തിൽ ഗുരുത്വാകർഷണ ബലം ചെയ്ത പ്രവൃത്തി നെഗറ്റീവാണ്. തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം ചെയ്ത പ്രവൃത്തി. തേങ്ങ താഴേക്ക് വീഴുമ്പോൾ, ഒരു ഈ തെങ്ങിൻ്റെ മേലെ നിന്ന് ഒരു തേങ്ങ താഴേക്ക് വീഴുകയാണെങ്കിൽ, നോക്കൂ ഇതാണ് ഒരു തേങ്ങ എന്ന് വിചാരിക്കും. ഈ തേങ്ങ താഴോട്ട് വീഴുകയാണെങ്കിൽ തേങ്ങക്കുണ്ടായ സ്ഥാനാന്തരം മുകളിൽ നിന്നും താഴേക്കായിരിക്കും. തേങ്ങ ആദ്യം എവിടെയാണ് ഉണ്ടായത്? ഇവിടെയാണ് ആദ്യം തേങ്ങ ഉണ്ടായത്. പിന്നെ അതിങ്ങനെ വന്ന് നിലത്തെത്തി, ഇവിടെ എത്തി. അങ്ങനെയാണെങ്കിൽ തേങ്ങക്കുണ്ടായ സ്ഥാനാന്തരം താഴോട്ടല്ലേ? ഈ സമയത്ത് ഗുരുത്വാകർഷണ ബലം, ഈ സമയത്തായാലും ഏത് സമയത്തായാലും ഗുരുത്വാകർഷണ ബലം ഉറപ്പായിട്ടും താഴോട്ടായിരിക്കും. ഗുരുത്വാകർഷണ ബലം താഴോട്ട് അനുഭവപ്പെടുന്നു, തേങ്ങക്കുണ്ടായ സ്ഥാനാന്തരവും താഴോട്ട് തന്നെ. ഗുരുത്വാകർഷണ ബലം താഴോട്ട്, തേങ്ങക്കുണ്ടായ സ്ഥാനാന്തരം താഴോട്ട്. അങ്ങനെയാണെങ്കിൽ രണ്ടും ഒരേ ദിശയിലാണ്. അപ്പോൾ നമ്മൾ പറയും ഇത് പോസിറ്റീവ് പ്രവൃത്തിയാണ്. അപ്പോൾ ഗുരുത്വാകർഷണ ബലം എപ്പോഴും നെഗറ്റീവ് ആവണമെന്നൊന്നുമില്ല, പോസിറ്റീവ് ആവുന്ന സന്ദർഭങ്ങളുണ്ട്. വസ്തു താഴേക്ക് വീഴുമ്പോൾ, സിമ്പിളായിട്ട് ഇങ്ങനെ ആലോചിക്കുക, വസ്തു താഴേക്ക് വീഴുകയാണെങ്കിൽ അവിടെ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്നത് പോസിറ്റീവായിരിക്കും. വസ്തുവിനെ മുകളിലേക്ക് ഉയർത്തുകയാണെങ്കിൽ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്നത് നെഗറ്റീവായിരിക്കും. മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്നത് നെഗറ്റീവും, വസ്തു താഴേക്ക് വീഴുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്നത് പോസിറ്റീവ് പ്രവൃത്തിയും ആയിരിക്കും. ഇതുപോലൊരു കള്ളി വരച്ചിട്ട് പോസിറ്റീവും നെഗറ്റീവും എഴുതി വെച്ചാൽ നല്ലതായിരിക്കും. താരതമ്യം ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റും ഈസിയായിട്ട്. ഒരു ചോദ്യം കൂടെ ഉണ്ട്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന ഒരാൾ 16 മീറ്റർ ദൂരം ട്രോളി തള്ളി നീക്കുന്നതിനായി 95 ന്യൂട്ടൺ ബലം തുടർച്ചയായി പ്രയോഗിക്കുന്നു. ഇവിടെ ചെയ്ത പ്രവൃത്തി കണക്കാക്കുക. സിമ്പിളല്ലേ? പ്രവൃത്തിയാണ് കണക്കാക്കേണ്ടത്. പ്രവൃത്തി കണ്ടുപിടിക്കാൻ നമുക്കറിയാം W = Fs. ഇവിടെ
എസ് എത്രയാണ് തന്നിട്ടുണ്ട് നോക്ക്. ഒരാൾ ട്രോളീനെ 16 മീറ്റർ തള്ളി നിൽക്കുക. അപ്പോൾ എസ് സമം 16 മീറ്ററാണ് കേട്ടോ. 16 മീറ്റർ ട്രോളി തള്ളി നിൽക്കുക എന്ന് പറഞ്ഞാൽ ട്രോളിക്കുണ്ടായ സ്ഥാനാന്തരം എസ് സമം 16 മീറ്റർ. അങ്ങനെ തള്ളി നിൽക്കാൻ വേണ്ടി ഇയാൾ കൊടുത്ത ബലം എഫ് കൊടുത്ത ബലം സമം 95 ന്യൂട്ടൺ. 95 ന്യൂട്ടൺ. ഒരു പ്രയാസമില്ല ഇനി പ്രവൃത്തി കണ്ടുപിടിക്കാൻ. പ്രവൃത്തി ഡബ്ല്യു സമം എഫ് എസ് ആ. എസും കയ്യിലുണ്ട് എഫും കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എഴുതും ഡബ്ല്യു സമം, ഒന്നുകൂടെ എഴുതുന്നത് ഡബ്ല്യു സമം എഫ് എസ് സമം എഫിന് പകരം എഫ് ഉള്ള സ്ഥലത്ത് 95 ന്യൂട്ടൺ എന്ന് കൊടുക്കും. 95 ഗുണിക്കണം എസ് ഉള്ള സ്ഥലത്ത് 16 എന്ന് കൊടുക്കും. 16. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 1520 എന്ന് വരും. യൂണിറ്റ് വേണം ജൂൾ. അപ്പം നമ്മുടെ ഉത്തരം വരുന്നത് 1520 ജൂൾ എന്ന്. സിമ്പിളല്ലേ? ഇത് ചെയ്ത് നോക്കാൻ മറക്കണ്ട. അപ്പുറം ഇപ്പുറം എഴുതിയാൽ പെട്ടെന്ന് മനസ്സിലാവും. അത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇനി അടുത്ത വീഡിയോ ക്ലാസ്സിൽ ഊർജ്ജം ഒന്ന് തുടങ്ങി വെക്കാം. താങ്ക് യു.